സുവെന്നല സുവെന്നലാല സുവാനി പാടലം വരാമലാല സുവെന്നല സുവെന്നലാല സുവാനി പാടലം വരാമലാല രഘുരാമലാല ആസു. കാശ്മീരിലെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആവുമെന്ന് കരുതി ഏറ്റവും മോശം എക്സ്പീരിയൻസ് തന്ന ഗുൽമർഗ് യാത്രയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇവിടുത്തെ കേബിൾ കാർ ലോകത്തിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ആണ്. അതിൽ കയറി മുകളിൽ പോകുന്നതും മുകളിലെ കാഴ്ചകളുമാണ് ഗുൽമർഗിന്റെ പ്രധാന ആകർഷണം. പേടകം മുകളിലോട്ട് കയറി തുടങ്ങി. മുകളിൽ നിന്നുള്ള വ്യൂ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതായിരുന്നു. കാശ്മീരിൽ വന്നിട്ട് ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല. മുകളിൽ പോയാൽ മഞ്ഞ് കാണാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. അങ്ങനെ ഫേസ് 1 ഇവിടെ നല്ല കിടിലം വ്യൂ ആയിരുന്നു. പക്ഷേ ഇത് ആസ്വദിക്കലല്ലോ, മഞ്ഞ് കാണുന്നതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോഴാണ് അറിയുന്നത് മഞ്ഞ് കാണണമെങ്കിൽ ഫേസ് 2 പോകണമെന്ന്. ഇപ്പോൾ കേബിൾ കാർ അങ്ങോട്ട് പോവില്ല പോലും. കുതിരപ്പുറത്ത് പോയാലേ മഞ്ഞ് കാണാൻ പറ്റൂ. കുതിരയെങ്കിൽ കുതിര, വിടടാ വണ്ടി മദ്രാസിലോട്ട്, എനിക്ക് മഞ്ഞ് കാണണം. അങ്ങനെ കുതിരപ്പുറത്ത് കയറി കുതിര നടന്നു തുടങ്ങിയപ്പോഴേക്കും എക്സൈറ്റ്മെന്റ് മാറി പേടി വന്നു തുടങ്ങി. കുണ്ടും കുഴിയും കല്ലുകളും നിറഞ്ഞ വഴിയായതുകൊണ്ട് കുതിരപ്പുറത്ത് നിന്ന് ഉരുണ്ടു വീഴുമെന്ന പേടിയായിരുന്നു പിന്നെ അങ്ങോട്ട്. കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂന്ന് കരുതി ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് പേടി പുറത്ത് കാണിക്കാതെ യാത്ര തുടർന്നു. കുതിര കുന്നു കയറാൻ തുടങ്ങിയതും പേടിച്ചിട്ട് ജീവൻ പോകുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. വഴി അത്ര മോശം, കുതിരകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പാകുന്നുമുണ്ട്. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അങ്ങനെ ദൈവത്തിനെ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കുതിര ഒന്ന് സ്ലിപ്പാകുന്നത്. അപ്പൊ ഞാൻ അറിയാതെ അയ്യോ എന്നൊന്ന് വിളിച്ചുപോയി. അന്നേരം ആ കുതിരക്കാരൻ യാ അയ്യോ മാഡം എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഡർന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇർ മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. പിന്നെ മുകളിൽ എത്തുന്നവരെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എനിക്കറിയാവുന്ന ദൈവങ്ങളെല്ലാം ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായതുകൊണ്ട് പിന്നീട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഫേസ് 2 ഉള്ളത് പറയാലോ, തട്ടുമുട്ടൊന്നും ഇല്ലാതെ അവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയതും ഞാൻ മഞ്ഞ് എവിടെയെന്ന് അന്വേഷിച്ചോടി. അതെ ഗൈസ്, ഞങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. കാണുന്നതാണ് ഗൈസ് അവർ പറഞ്ഞ മഞ്ഞ്. ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നതിലും ഭേദം ഇവന്മാർക്കൊക്കെ കക്കാൻ പോയിക്കൂടെ? പറഞ്ഞിട്ട് കാര്യമില്ല, സമയദോഷം, അല്ലാതെ എന്താ പറയാ. ഈശ്വര ഭഗവാനെ, അവന്മാർക്ക് നല്ലത് മാത്രം വരുത്തണേ. മുകളിൽ നിന്നുള്ള വ്യൂസ് എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിലും എന്നെ ഊപ്പിരി മഞ്ഞ് കാണിച്ച് പറ്റിച്ചുള്ള ദേഷ്യം കാരണം എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. കുതിരകൾക്കും കുതിരക്കാർക്കും വിശ്രമം അത്യാവശ്യമായിരുന്നു. അവർ വിശ്രമിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ തിരക്കിലായിരുന്നു. തിരിച്ചു പോകുമ്പോൾ നല്ല സ്ലോപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നടന്നിറങ്ങണമെന്ന് നേരത്തെ അറിയാവുന്നത് കൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കുറവായിരുന്നു. എങ്കിലും നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പല സ്ഥലത്തും ഞാൻ ഉരുണ്ടു വീഴാൻ പോയായിരുന്നു. അവസാനം സേഫായിട്ട് ഫേസ് 1 ഈ നിമിഷം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, 1000 നന്ദി. എന്നെ താഴെ ഇടാതെ സൂക്ഷിച്ചു കൊണ്ടുപോയ ആ കുതിരയ്ക്ക് 1000 നന്ദി.